ശംശായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 24-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഈശോ മരിയ വാഴ്ത്തോർത്തായോട് പറഞ്ഞ, മരിയ വാഴ്ത്തോർത്തായ്ക്ക് വേണ്ടി പറയുന്നത് പോലെ പറഞ്ഞ, ഒരുപക്ഷെ അത് നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പറയുന്നതാവാം, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കന്യാത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ധ്യാന പരമ്പരയുടെ ഏറ്റവും വിഷമമുള്ള, പ്രതിസന്ധികളുള്ള, ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു ഭാഗമായിരുന്നു ഇതിൻ്റെ ഒരു ക്രോഡീകരണവും ചിത്രീകരണവും എല്ലാം ഒത്തിരി തടസ്സങ്ങൾ അതിന് നേരിട്ടു. അതിൻ്റെ കാരണം തന്നെ ഒരുപക്ഷെ 2 കാരണങ്ങളാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഒന്ന്, ഈ സന്ദേശത്തെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ എൻ്റെ യോഗ്യത കുറവായിരിക്കാം. മറ്റൊന്ന്, ലോകത്തിൻ്റെ അരൂപി ഇതിനെ ഒരുപക്ഷെ സ്വീകരിക്കാതിരിക്കാം. ഈ 2 കാരണങ്ങളാകാം ഇതിന് തടസ്സമായിട്ട് കണ്ടത്. പക്ഷേ ഇതിൽ നിന്ന് മാറിപ്പോകാതെ ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യം ഈശോ അത്ര ശക്തമായിട്ട് മരിയ വാഴ്ത്തോർത്തായിട്ട് പറയുന്ന അതാണ്. അപ്പം ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു സംഭവം, ഹൈദരാബാദിലെ നൈസാം, നമുക്കറിയാം, ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായിരുന്നു. അവരിലെ ജ്ഞാനവും അറിവും ഒക്കെ കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് പറയുന്നത്, അവർ പേപ്പർ വെയിറ്റായിട്ട് പോലും വജ്രങ്ങളാണ് വെച്ചിരുന്നത്. പക്ഷെ പാർശ്വവർത്തികളായിട്ടുള്ള കാപട്യം നിറഞ്ഞ വ്യക്തികൾ ആ വജ്രം മാറ്റി അവിടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ പൂക്കളുള്ള ആ ഗ്ലാസിൻ്റെ നൈസാം നോക്കുമ്പോൾ എടുത്തതിലും ഏറ്റവും സുന്ദരമായിട്ട് കാണുന്നു. വില അറിയാത്തവർക്ക് വരുന്ന ഒരു അപകടം ഇതുതന്നെയാണ്. വാസ്തവത്തിൽ ഈശോ വേദനയോടുകൂടി ഈ കന്യാത്വത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു കാരണം. ഇവിടെ ഞാൻ ഓർക്കുന്നത്, പ്രൊഫസർ ജോർജ് ഇരിമ്പിയം ഇതിനെക്കുറിച്ച് തൻ്റെ വിമർശനത്തിൽ പറയുന്നത്, പറുദീസായിലെ ആ ഫലങ്ങൾ, നന്മതിന്മകളെ തിരിച്ചറിയുന്ന ആ ഫലങ്ങൾ, അതൊരു പ്രതീകമാണ്. അത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിലും വിശദമായി പറയുന്നുണ്ട്. അത് കന്യത്വത്തെക്കുറിച്ച് തന്നെയാണ്. അവിടെയാണ് പിശാച് ആ പറുദീസ അനുഭവം ഹവ്വായിക്ക്, അതിൽ കൂടി ആദത്തിനും എല്ലാവർക്കും നഷ്ടപ്പെടുത്തിയത്, പറുദീസ തന്നെ നഷ്ടപ്പെടുത്തിയത്. ഇതിനെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി മറ്റൊരു ഹവ്വ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ തന്നെ പറുദീസ അനുഭവത്തിലേക്ക് പോയി അവിടുന്ന് നമ്മളെ സ്വർഗരാജ്യത്തിന് പ്രാപ്തരാക്കുകയാണ്. ഏറ്റവും ഉന്നതമായ സൃഷ്ടി, ശരീരത്തിൽ വസിക്കുന്ന ആ അരൂപിയാണ്, വിശുദ്ധമായ അരൂപി. അതിനുവേണ്ടി തന്നെയാണ് സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അതിനെ ചൂഷണം ചെയ്യുക, മറ്റൊരു അരൂപി കൊണ്ട് അതിനെ നിറയ്ക്കുക, അങ്ങനെ സ്വർഗരാജ്യത്തിന് പകരം നരകരാജ്യത്തിലേക്ക് ധാരാളം പേര്, അതിനുവേണ്ടി പിശാചും ധാരാളം സന്തോഷങ്ങളും ലോകത്തിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും, ഇതിനെ ചെറുത്ത് നിൽക്കുവാനുള്ള ആ കഴിവാണ്. അതിനെക്കുറിച്ചാണ് കർത്താവ് മരിയ വാഴ്ത്തോർത്തായോട് പറയുന്നത്. ഇത് നമ്മൾ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത 5-ാമത്തെ ഭാഗത്താണ് നമ്മളിത് കാണുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ
അപ്പം അതിനെക്കുറിച്ച് മരിയ വാൾത്തോർത്തായോട് ഈശോ പറയുന്ന ഒരു ഭാഗം നമുക്ക് പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കാം. ഈശോ മരിയ വാൾത്തോർത്തായിട്ട് പറയുകയാണ്, എൻ്റെ കൊച്ചു സ്നേഹിതേ, എഴുന്നേൽക്കൂ, വേഗമാകട്ടെ. മേരിയുടെ കന്യത്വത്തെക്കുറിച്ച് സ്വർഗീയമായ ധ്യാന അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഈ അനുഭവത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത് ജഡത്തെക്കുറിച്ചുള്ള അവബോധം കൂടാതെ പിതാവ് നിന്നെ സൃഷ്ടിച്ച ഒരു കൊച്ചു ഹവായെ സൃഷ്ടിച്ച നിമിഷത്തിൽ ഉണ്ടായിരുന്ന അതേ ഉന്മേഷത്തോടെ ആയിരിക്കും. നിന്റെ ആത്മാവ് നിറയെ പ്രകാശവുമായി നീ ഉയർന്നു വരും. കാരണം ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കരവേലയിലേക്ക് നീ പാഞ്ഞു കയറുകയായിരിക്കും ചെയ്യുക. നിന്റെ വ്യക്തിത്വം മുഴുവൻ സ്നേഹത്തിൽ നിറഞ്ഞ് കുതിർന്നതായിരിക്കും. അങ്ങനെയായിരിക്കും നീ ഉയർന്നു വരുന്നത്. കാരണം ദൈവത്തിന് അത്ര അധികമായി സ്നേഹിക്കാൻ കഴിയും എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അമലയായ മേരിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുക എന്നത് സ്വർഗത്തെയും പ്രകാശത്തെയും സ്നേഹത്തെയും തുളച്ചു കയറുക എന്നാണ്. നമ്മൾ ഈ പരമ്പരയിൽ പിന്നീട് കാണുന്നത് ഈശോ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടിയും പറയുന്നത് ദൈവം എന്നുള്ള വാക്കാണ്. നക്ഷത്രങ്ങളാകട്ടെ, പ്രപഞ്ചത്തിലെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കടലും ആകാശവും ഭൂമിയും എല്ലാം പറയുന്നത് ദൈവം എന്നുള്ള ആ വാക്ക്. അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം, ദൈവാനുഭവം, ഇതിൽ നിന്നെല്ലാമാണ് ഈ കന്യത്വത്തിൻ്റെ ഈ ഒരു അനുഭവം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ ദൈവം എന്നുള്ള വാക്കിന്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിന് പകരം മറ്റു പലതും വരാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം മുതൽ ആ പിശാച് ഈശോയെ തന്നെ പരീക്ഷിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പം അവിടെ എല്ലാവിധ ലോകത്തിൻ്റെ എല്ലാം തരാം, നീ എന്നെ ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്താൽ മാത്രം മതി. ഈശോ പറയുന്ന ആ വാക്ക്, സാത്താനെ ദൂരെ പോവുക. ഈ വാക്ക് പറയുവാനുള്ള ആന്തരികമായ ശക്തി അത് മേരിക്കുണ്ടായിരുന്നു. മേരി അങ്ങനെ ഉന്നതങ്ങളിലേക്ക് പറക്കുകയായിരുന്നു. മേരിയെ തന്നെ മാതൃകയായി കാണിച്ചുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ആ ഹവ നഷ്ടപ്പെടുത്തിയ പറുദീസ അനുഭവം മേരിയിൽ കൂടി പുനഃസ്ഥാപിക്കുക. അങ്ങനെ നമ്മൾ ദൈവപൈതങ്ങളായി മാറുക. ഈ പ്രപഞ്ചം പറയുന്ന ആ ശബ്ദങ്ങളെല്ലാം നമുക്ക് ഒരു പ്രാർത്ഥനയായി, നിരന്തരം പ്രാർത്ഥനയായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നെടുവീർപ്പുകളിൽ കൂടി നമ്മൾ പറയുന്നതായിട്ട് മാറട്ടെ. നമ്മൾ 1 കൊരിന്ത്യർ 6:12 അതേ വചനം തന്നെ 1 കൊരിന്ത്യർ 10:23 കാണുന്നു. എല്ലാം എനിക്ക് നിയമാഷ്ടമാണ്, പക്ഷേ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല, പടുത്തുയർത്തുന്നതല്ല. ഈശോ പരിശുദ്ധ അമ്മയുടെ ആ ഉദാഹരണത്തിൽ കൂടി പറയുന്നത്, നിയമാനുസൃതമായിട്ടുള്ളത് പോലും പറുദീസ അനുഭവത്തിന് വേണ്ടി ത്യജിച്ച് അതിൽ നിന്ന് പിൻവാങ്ങിയവരെ പോലും നേടുവാനുള്ളൊരു ശക്തി. അപ്പം അതൊക്കെ നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന മറ്റ് 2 ഭാഗങ്ങളും കൂടെ ഞാൻ പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കുകയാണ്. സൈന്യങ്ങളെ തന്നെയും ഭയപ്പെടാത്ത നീ അവളുടെ കരച്ചിൽ കേട്ട് ഓടിമറയുന്നു. പിശാചിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. നിന്റെ ദുർഗന്ധം കൊണ്ട് മലിനമാക്കപ്പെട്ട ലോകത്തെ അവളുടെ ശ്വാസം ശുദ്ധീകരിക്കുന്നു. നീ പരാജിതനാക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ നാമം, അവളുടെ നോട്ടം, അവളുടെ പരിശുദ്ധി, ഇവയെല്ലാം നിന്റെ നേർക്ക് കുന്തവും ഇടിവാളുമാണ്. അവ നിന്നെ തുളച്ചു കയറുന്നു.
നിന്നെ നശിപ്പിച്ച് നരകത്തിൻ്റെ നിന്റെ ഗുഹയിലേക്ക് നിന്നെ ബന്ധിപ്പിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെയും ആകുവാനുള്ള സന്തോഷം ദൈവത്തിന് നഷ്ടപ്പെടുത്തുവാൻ നീ ശ്രമിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സ്ത്രീയാൽ നീ പരാജിതയായിരിക്കുന്നു. ആ സ്ത്രീയാൽ നീ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മുതൽ അവളെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായിത്തീരുന്നു. അവളുടെ കളങ്കരഹിതമായ പരിശുദ്ധിയെ നോക്കി നിന്റെ പ്രലോഭനങ്ങളെ ജയിക്കുക. പാപമില്ലാത്തവർക്ക് വേദനയില്ല, മരണത്തിൽ പോലും വേദനയില്ല. ആ സന്തോഷം, ആ പർദീസ അനുഭവം, നമുക്കതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രതിസന്ധിയുള്ള ഈ ലോകത്തിൽ ഈ ഒരു നന്മയെ പ്രാപിക്കുവാൻ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും അത് സമ്പർക്കത്തിൽ കൂടി ആയിരിക്കാം, മീഡിയയിൽ കൂടി ആയിരിക്കാം, ലോകത്തിൻ്റെ അരൂപിയിൽ കൂടി ആയിരിക്കാം. അപ്പം ഇതിനെല്ലാം ചെറുത്ത് നിൽക്കുവാനുള്ള ആ ശക്തി പരിശുദ്ധ അമ്മയിൽ കൂടി നമുക്ക് നേടാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. അത് മരിയ വാഴ്ത്തോർത്ത നിരന്തരം അവളുടെ സമർപ്പണ ജീവിതത്തിൽ കൂടി ഓരോ ദർശനങ്ങളിൽ കൂടിയും അവളത് നിരന്തരം വളർത്തുകയായിരുന്നു. നമ്മൾക്കും അതൊരു വലിയ വെല്ലുവിളിയാണ്. കുടുംബജീവിതക്കാർക്ക് തീർച്ചയായും അനുവദനീയമാണ് കുടുംബത്തിൻ്റെ ആ അൾത്താരയിൽ. അതൊരു കൂദാശ പോലുമാണ്. അതുപോലെ സമർപ്പിതർക്ക് അതിലും കൂടുതൽ സമർപ്പണം. കാരണം കർത്താവിന് വേണ്ടി കർത്താവല്ലാതെ മറ്റൊന്നുമില്ല. അതായിരുന്നു മറിയത്തിൻ്റെയും. നമുക്ക് ആ സൗഭാഗ്യത്തിലേക്ക്, ആ കൃപ നിറഞ്ഞ ഒരു സൗഭാഗ്യത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.